നമുക്ക് കുടുംബത്തോടൊപ്പം ഇരുന്ന് നല്ല വരുമാനം നേടാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ എടുത്തു വെച്ച് നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ആക്കി മാറ്റിയിട്ട് നമുക്ക് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല വരുമാനം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നേടാനായിട്ട് സാധിക്കും. ഇത് ചിന്നാറിന്റെ PD ഗ്രേഡ് ആണ് ഈ ഒരു തേയില വരുന്നത്. ഈ ഒരു ബ്രാൻഡിന്റെ മുമ്പ് 54 കിലോയുടെ RD പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് PD ആണ്. പുതിയതായിട്ട് വരുന്ന ഒരു ബാഗാണിത്. 2026 അപ്പൊ ഇതിന്റെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചിന്നാർ പ്രീമിയം CTC ടീ ആണിത്. വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു തേയില തന്നെയാണ്. ഗ്രേഡ് PD ആണ് വരുന്നത്. ഇപ്പൊ ഒരു 35 കിലോ വരുന്ന ഒരു ഫുൾ ബാഗ് ആണിത് ഇങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെയുള്ള ഒരു ഫുൾ ബാഗ് എടുക്കുവാണെങ്കിലുള്ള ഗുണം എന്താ വെച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബ്രാൻഡുകൾ എടുക്കേണ്ടത്. ഇപ്പൊ 35 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു ഫുൾ 35 കിലോ മാത്രമായിട്ട് നമുക്കിത് പൊട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റിയല്ല. അപ്പൊ നമുക്കിത് ഹോട്ടൽ ബ്ലെൻഡ് ആക്കേണ്ടത് എങ്ങനത്തെ രീതിയിലാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് വിശദീകരിക്കാനായിട്ട് പോണത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എടുത്ത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കടകളിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഏലപ്പാറ ഡിസ്ട്രിക്റ്റ് ആണ്, ഇടുക്കിയാണ് വരുന്നത് ഈ ഒരു തേയില. പിന്നെ സെമ്നി വാലി എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡും കൂടെ നമ്മൾ അതിന്റെ കൂടെ തന്നെ ചേർക്കാനായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡും കൂടെ നമുക്ക് എടുക്കാനായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഇത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുക്കേണ്ടതാണ്. അപ്പൊ വില നമുക്ക് നല്ല കുറവായത് കൊണ്ടല്ല ഈ ഒരു സംഭവം രണ്ടും നമ്മൾ ചേർക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് PD ഗ്രേഡ് ആകുമ്പോൾ ഇത് വരുന്നത് SFD എന്നുള്ള നല്ല പൊടി തേയിലയാണ് ഈ ഒരു സെമ്നി വാലി വരുന്നത്. സെമ്നി വാലിയുടെ ഈ ഒരു തേയില നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വില കുറവാണ്. ചിന്നാറും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ സെമ്നി വാലി. ഈ സെമ്നി വാലിയുടെ വില കുറഞ്ഞ തേയില ആവുമ്പോൾ നമുക്ക് ഗുണമുണ്ട്, നല്ല ബെനിഫിറ്റ് കിട്ടും. അതിനാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലൊരു മയൂരയുടെ SRD തേയിലയും കൂടെ എടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് തേയിലയായിട്ടുള്ള ഒരു മയൂര SRD. മയൂര SRD എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ചേർക്കാം, നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഗ്രേഡ് ആയിട്ട് തന്നെ നമുക്ക് കടകളിലൊക്കെ കൊടുക്കാം. ഒറ്റ ഒരു ബ്രാൻഡായിട്ടോ ഗ്രേഡ് ആയിട്ടൊക്കെ നമുക്കിത് കടകളിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നമുക്ക് ചേർക്കണമെങ്കിൽ ഈ ഒരു മയൂരയും അതോടൊപ്പം തന്നെ സെമ്നി വാലിയുടെ SFDയും അതോടൊപ്പം തന്നെ ചിന്നാറിന്റെ PDയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഒരു ഫുൾ ബോക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതൊരു നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ഫുൾ ബോക്സ് തേയിലയാണ് നമ്മൾ മൂന്നും ഓരോന്നെടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കളറ് വ്യത്യാസം വരരുത്. ഇതിപ്പോ 3 തേയിലയും കൂടെ നമ്മൾ പൊട്ടിച്ച് നമ്മൾ താഴെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കളറിൽ ഈ ഒരു വ്യത്യാസം വരാനായിട്ട് പാടില്ല. കണ്ട, ഇത് കളർ വ്യത്യാസം വരുന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ വളരെയധികം നന്നായിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഉണങ്ങിയ പാത്രം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഈ വ്യത്യാസം, അതായത് 3 കളറായിട്ട് തന്നെ നിങ്ങൾക്ക് കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ അതുണ്ടാവരുത്. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാഴ്ചയിൽ തന്നെ ഒരു ഒറ്റ ആരും തേയില എടുത്ത് നോക്കുമ്പോൾ ഇത് രണ്ടും 2 കളറാണല്ലോ എന്ന് അവര് ചിന്തിക്കാനായിട്ടുള്ള ഇട വരരുത്. കാരണം ഒറ്റ കളറായിട്ട് വേണം തന്നെ ഈ ഒരു തേയില നിൽക്കാനായിട്ട്. ഇതിപ്പോ 2 കളറായിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബ്ലെൻഡിങ് കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റീലിന്റെ ഒരു പാത്രം ഉപയോഗിച്ചിട്ടൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ 35 കിലോയുടെ ഒക്കെ ചാക്കുകളിൽ ബാഗുകളൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം 1 കിലോ കടകളിൽ കൊടുത്ത് അവരുടെ അഭിപ്രായം അറിയണം, എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. അപ്പൊ അങ്ങനെ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 35 കിലോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പാക്ക് ചെയ്യാം. അപ്പൊ എന്താ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി ലാഭം നമുക്ക് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ബിസിനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വെറുതെ ഒരു ബ്രാൻഡ് എടുത്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോട്ടൽ ബ്ലെൻഡ് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇതുപോലെ കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മറ്റുള്ള ബ്രാൻഡിനേക്കാളും വില കുറച്ച് നമുക്ക് ഇത് ഹോട്ടൽ ബ്ലെൻഡ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ തേയില എടുക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഏരിയയിൽ നമുക്ക് ഈ പറഞ്ഞ ബ്രാൻഡ് ലൂസ് ആയിട്ടുള്ള തേയിലകൾ നമ്മുടെ ഏരിയയിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിൽ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില ട്രാവലിംഗ് എക്സ്പെൻസ്, അത് നമ്മൾ അത്രയും ദൂരം നമ്മളൊരു പാഴ്സലായിട്ടൊക്കെ നമ്മൾ കൊണ്ടുവന്നു കൊറിയർ ആയിട്ടൊക്കെ നമ്മൾ അയച്ചു അവിടെ നിന്ന് നമ്മുടെ ഏരിയയിലേക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതിനുള്ള ആ ഒരു ചെലവും കൂടെ പെർ KGയിൽ അവിടെ കൂടുവാണ് അല്ലെ. 1 കിലോയിൽ മേൽ നമ്മളിപ്പോ ഒരു 180 നമുക്ക് കിട്ടിയെന്ന് ഇരിക്കട്ടെ, നമ്മൾ ആ ഒരു 180 രൂപയ്ക്ക് നമ്മൾ 1 കിലോ നമ്മൾ വാങ്ങിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കുന്ന വെച്ചാൽ എനിക്ക് 180 കിട്ടി, 190, 200 കിട്ടേണ്ട സാധനം എനിക്ക് 180 രൂപയ്ക്ക് കിട്ടിയെന്ന്. പക്ഷെ നമ്മൾ എടുക്കുന്നതിനും
ചിലപ്പോൾ വളരെയധികം ദൂരെ നിന്നും നമ്മൾ കൊറിയർ വഴിയായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ഈ 180ന്റെ കൂടെ ആ ഒരു കൊറിയർ ചാർജ് കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണം, നിങ്ങൾ ആ ഒരു ഏരിയ, നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് 190 കിട്ടണതാണോ, കൊറിയർ ചാർജ് ഉൾപ്പെടെ 195 നിങ്ങൾ എറണാകുളത്ത് നിന്ന് വാങ്ങിക്കുന്നതാണോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്നുള്ളത്. കാരണം റേറ്റ് ഇവിടെ 180 കിട്ടിയപ്പോൾ 15 രൂപയോളം കൊറിയർ ചാർജിന് 1 കിലോയിൽ മേൽ നിങ്ങൾ കണക്കൂട്ടുമ്പോൾ 1 കിലോയിൽ കൂടുമ്പോൾ അവിടെ 195 1 കിലോയിൽ മേൽ വന്നു എന്നുള്ളത്. അപ്പൊ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല എന്താ, നിങ്ങൾക്ക് 190 അവിടെ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ 190 അവിടെ നിന്ന് തന്നെ എടുക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. അപ്പൊ വില കാര്യങ്ങളോ അതിനെക്കുറിച്ച് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതായിരിക്കും. അപ്പൊ ആ ആഴ്ചയിലുള്ള വരുന്ന ആഴ്ചയിലുള്ള ഓപ്ഷനിൽ വന്നേക്കണ മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ്, ഇത് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ഈ ബ്രാൻഡ് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ലൂസായിട്ട് ഞാൻ എവിടെ നിന്നാണ് തേയില എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പൊ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നവർ, സ്വന്തമായിട്ട് കുടുംബത്തോടൊപ്പം ഒക്കെ വരുമാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തമായിട്ട് വീട്ടിൽ ഇതുപോലെ നല്ല നല്ല ബ്രാൻഡുകൾ, നിങ്ങളുടെ ഹോൾസെയിൽ ഡീലർമാര് നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ ജില്ലയിൽ ആരൊക്കെയാണ് ഹോൾസെയിൽ ആയിട്ടുള്ള തേയില ബിസിനസ് നടത്തുന്നത്, അവിടെ നിന്ന് തന്നെ തേയില എടുത്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കുടുംബമായിട്ട് തന്നെ നിങ്ങൾ സപ്ലൈ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങൾ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, 5 പൈസയുടെ ആ ഒരു, നിങ്ങൾ പുറത്തു പോയി കടന്ന് ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ട് അലഞ്ഞു കിടന്ന് കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. വീട്ടിലിരുന്നുള്ള ഈ ഒരു വരുമാന മാർഗം നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം നിങ്ങൾ ഈ ഒരു ബ്രാൻഡുകളും തേയിലകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ ബിസിനസ് ശരിയാകുമ്പോഴത്തേക്കും ഞാനിത് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാവുന്ന വെച്ചാൽ നമ്മൾ അതിന്റെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട്, അതിന്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത്. നെഗറ്റീവ് നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും ഒരു നെഗറ്റീവ് തിങ്സ് ഒക്കെ നമ്മൾ കൊണ്ട് നടക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഏതൊരു ബിസിനസ്, ഇപ്പൊ ഈ ഒരു തേയിലയുടെ ബിസിനസ് മാത്രമായിരിക്കില്ല, ഏതൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാലും നിങ്ങൾ ഡൗൺ ആയി പോകും. നിങ്ങൾക്ക് അതിനകത്ത് വിജയിക്കാനായിട്ട്, സക്സസ് ആവാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ സ്കില്ല് അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. എനിക്ക് ഇതിനെ കൊണ്ട് കഴിയും, എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാൻ ഇതുകൊണ്ട് ഞാൻ നേടിയെടുക്കും എന്ന് നിങ്ങൾ, ഒരു കടല് തന്നെ നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ കടലില് ഒരുപാട് വമ്പന്മാരുണ്ട് അല്ലെ, സ്രാവുകളും തിമിംഗലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ. എന്നാൽ അവിടെയും ഈ പറഞ്ഞ കൊച്ചു കൊച്ചു മീനുകളും മത്സ്യങ്ങളും അവിടെയും ജീവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മുടെ ഈ ലോകത്ത് നമ്മള് ഒത്തിരി ഒത്തിരി വമ്പന്മാര് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുമോ, ഈ ഒരു വലിയ കോമ്പറ്റീഷനാണ്, അത്രയും വലിയ വമ്പന്മാരുടെ മുമ്പിൽ എനിക്കും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ ഇതുപോലെ തന്നെ ഈ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയാണ് നിങ്ങളും നാളെ അവരും ഒന്നല്ലെങ്കിൽ അവരും ഒരു വലിയ വമ്പന്മാരായിട്ട് മാറിയത് ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടായിരിക്കും അവരും വലിയ രീതിയിലേക്ക് വളർന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചാൽ, ഞാൻ അവിടെ കൊണ്ടൊന്നും കൊടുക്കണ്ട, എന്നെക്കാളും മുമ്പ് അവിടെ കൊടുത്തിരുന്നവരുണ്ടല്ലോ എന്നുള്ളതല്ല അവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ കൊടുക്കുന്ന ആ ഒരു ബ്രാൻഡിന്റെയും ക്വാളിറ്റിയുടെയും ഗുണം എനിക്ക് മുമ്പ് കൊടുത്തിരുന്നവർ ഒരു പക്ഷെ കൊടുത്ത് കാണില്ല എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ആ ഒരു വിശ്വാസം. 10 പേരിൽ നിങ്ങൾ അവിടെ ഒരു 5 പേര് നിങ്ങളോട് പറയുന്നതാണ് എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ സ്ഥിരം വെക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ തോൽക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ, എന്റെ ലൈഫിൽ ഞാൻ ഇതിൽ നിന്ന് ഞാൻ നേടും, എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ആരും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയില്ല നിങ്ങൾ രക്ഷപ്പെടണം, ബാ ഇങ്ങോട്ട് ബാ തേയില എടുക്കും, നിങ്ങൾ വിൽപ്പന നടത്തും, നിങ്ങൾ രക്ഷപ്പെടുന്ന ആരും നിങ്ങളോട് പറയില്ല. നിങ്ങളുടെ ബിസിനസ്, അതിപ്പോ ഈ തേയില ബിസിനസ് എന്നല്ല, ഏതൊരു ബിസിനസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ കഴിവുകളല്ല നിങ്ങൾ തന്നെ തെളിയിക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ട്. നിങ്ങൾ ആ ഒരു കഴിവ് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ, മറ്റൊരാളുടെ കീഴിൽ പോയി പണിയെടുത്ത് നിങ്ങളുടെ ആ ആരോഗ്യം മുഴുവനും അവിടെ പോയി തീർക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് നോക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഈ പാക്കിംഗ് സാമഗ്രികൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. കാരണം വെച്ചാൽ ക്വാളിറ്റിയുള്ള മെഷീൻസ് ആണ് ഞാൻ ടാഗ് ചെയ്ത് വെക്കുന്നത്. പലവരും നമ്മളോട് മെയിൽ വഴി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് മെഷീനാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഷീൻ ഏത് എടുത്താലും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ടാഗ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ക്വാളിറ്റി ഉള്ളതാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ മെയിലിലൂടെ ഞാൻ റിപ്ലൈ തരേണ്ട കാര്യമില്ല. കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ ക്വാളിറ്റി ഉള്ളത് മാത്രമാണ് ഞാൻ ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏരിയയിൽ നിൽക്കുന്നവര് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് പരമാവധി കുറവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഞാൻ ഒരുപാട് എന്റെ പ്രേക്ഷകരുടെ അടുത്ത്, എന്റെ കുടുംബാംഗങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ലൈക്ക് ചെയ്യുക. കാരണം എനിക്കൊരു ടാർഗറ്റ് ഉണ്ടാവും, ഇത്രയും ഒരു ലൈക്ക്, അതായത്
ഒരു 100 ലൈക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ശരാശരി ഒരു 50 അല്ലെങ്കിൽ ഒരു 60 ലൈക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ഒന്ന് ഹൈപ്പ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.